ഹേ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ. സോ ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിളിൽ പോവുകയാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്യായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് പോകാൻ പറ്റിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു ലോങ് വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന്. നമ്മളൊരു ഫ്രൈഡേ ആണ് പോകുന്നത്. അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് വരാമെന്നുള്ള രീതിയിലാണ് പോയത്. അങ്ങനെ ഈവനിങ് ഒരു 3 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ വൈകുന്നേരം 5 മണിയായപ്പോൾ നമ്മൾ പാപ്പിനിശ്ശേരി എത്തി. അവിടെ ഒരു തട്ടുകടയിൽ നിന്ന് ചായയും കടിയൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു 5:45 തന്നെ നമ്മൾ പറശ്ശിനിക്കടവ് എത്തി. അവിടെ നിന്ന് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള തായപ്പുരയിലാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ റൂംസും കോട്ടേജസും അവൈലബിൾ ആണ്. നമ്മൾ കോട്ടേജാണ് എടുത്തത്. അവിടുത്തെ കോട്ടേജസ് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിട്ട് അമ്പലത്തിലേക്ക് പോയി. കാര്യം 6:30 മുത്തപ്പൻ്റെ വെള്ളാട്ടുണ്ട്. ഞങ്ങൾ പോയ ടൈമിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റി. അമ്പലത്തിലേക്ക് കയറി. ഉള്ളിൽ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും കൂടുതൽ എടുക്കാൻ പറ്റിയിട്ടില്ല. മുത്തപ്പനെ കണ്ടപ്പോൾ മുതൽ മോള് മുത്തപ്പൻ്റെ അടുത്ത് പോകണം, മുത്തപ്പനെ കാണണം, മുത്തപ്പനെ തൊടണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളാട്ടൊക്കെ കഴിഞ്ഞ് മുത്തപ്പൻ്റെ അടുത്ത് പോയി. അപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് പ്രസാദം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ ജസ്റ്റ് ആ ഷോപ്പിലൂടെയൊക്കെ ഒന്ന് നടന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ അവിടെ അടുത്തുള്ള ഫാമിലി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് എണീറ്റ് റെഡിയായി നമ്മൾ അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ നമ്മൾ പുഴയിൽ കാലൊക്കെ കഴുകി നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. രാവിലെ അവിടെ വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരെയും കണ്ട് അനുഗ്രഹമൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ശരിക്കും ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസാണിത്. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അങ്ങനെ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ പിന്നെ നേരെ പോയത് പാപ്പിനിശ്ശേരി സ്നേക്ക് പാർക്കിലേക്കാണ്. പറശ്ശിനിക്കടവ് വരുമ്പോൾ എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് പാപ്പിനിശ്ശേരി സ്നേക്ക് പാർക്ക്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി. അവിടെ ഒരുപാട് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. പിന്നെ അവിടെ ഒരു കുഞ്ഞു പാർക്ക് ഉണ്ടായിരുന്നു. മോള് കുറച്ച് സമയം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.